യഥാർത്ഥത്തിൽ ജിഹാദ് എന്ന് പറയുന്ന ടേം, ആ സാങ്കേതികമായ വാചകം ലോകതലത്തിൽ തെറ്റായി വായിക്കപ്പെട്ട ഒരു വാചകമാണ്. തെറ്റായി വായിക്കാൻ അമേരിക്കയും ബ്രിട്ടനും പാശ്ചാത്യ ലോകവും ശ്രമിച്ചു എന്നത് ഒരു തെറ്റ്. തെറ്റായി വായിക്കാൻ അവസരം കൊടുത്തു എന്നത് അബുൽ അല മൗദൂദിയെ പോലെയുള്ളവർ ചെയ്ത മറ്റൊരു തെറ്റ്. അബുൽ അല മൗദൂദിയെ പോലെ, ഹസനുൽ ബന്നയെ പോലെ, സയ്യിദ് ഖുത്ബിനെ പോലെയുള്ള ആളുകൾ ജിഹാദ് എന്ന് പറയുന്ന പേരിൽ ഗ്രന്ഥങ്ങൾ എഴുതിയിട്ട് ഇസ്ലാം പഠിപ്പിക്കാത്ത ജിഹാദിനെ ലോകത്തിന്റെ മുമ്പിൽ അവതരിപ്പിച്ചു കൊടുത്തു. വിശദമായി ഞാൻ ഈ വേദിയിൽ കടക്കുന്നില്ല അതിലേക്ക്. അവരാണ് യഥാർത്ഥത്തിൽ ആഗോളതലത്തിൽ ഇസ്ലാമിനെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള കാരണം. അത്തരം ആളുകളുടെ രചനയാണ് എന്ന് വ്യക്തമായി DC ബുക്സ് പ്രസിദ്ധീകരിക്കുന്ന ഗുഡ് മുസ്ലിം ആൻഡ് ബാഡ് മുസ്ലിം എന്ന പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. അതുപോലെ എത്രയോ രചനകൾ. അപ്പോൾ ഇസ്ലാമികമായ ടേമുകളെ കൃത്യമായി വായിക്കാൻ അവസരം നൽകണം. അല്ലാഹുവിന്റെ ഹബീബിന്റെ മതമറിയാൻ കഴിയണം. ഇഷ്ഖു സുകൂനോ സബാത് ഇഷ്ഖ് ഹയാത്തോ മമാത് ഇൽമ ഹേ പൈദാ സവാൽ ഇഷ്ഖ് ഹേ പൻഹാ ജവാബ്. ഇഷ്ഖു സുകൂനോ സബാത്, സ്നേഹം സ്ഥിരമാണ്, അത് കൃത്യമായ നിലപാട് നൽകുന്നതാണ്. ഇഷ്ഖ് ഹയാത്തോ മമാത്, സ്നേഹം ജീവനാണ്, മരണമാണ്, ലയനമാണ്, കൂടലാണ്. അതെല്ലാം ഒരു പ്രണയത്തിന്റെ മാധുര്യമാണ്. ഇൽമ ഹേ പൈദാ സവാൽ, വിജ്ഞാനം ചില ചോദ്യങ്ങളാണ് ഉയർത്തുന്നത്. ജസ്റ്റ് ഇൻഫർമേഷൻ ചില ചോദ്യങ്ങളാണ് നൽകുന്നത്. ഇഷ്ഖ് ഹേ പൻഹാ ജവാബ്, എന്നാൽ പ്രണയമാണ് ഉത്തരം നൽകുന്നത്, സ്നേഹമാണ് വിലാസം നേടുന്നത്. ഇന്നത്തെ ലോകത്ത് വിവരത്തിന് കുറവില്ല. പണ്ടുള്ള മുസ്ലിങ്ങളെക്കാൾ എത്രയോ ഹദീസ് അല്ലെങ്കിൽ ഹദീസിന്റെ കിതാബ്, ഖുർആനിന്റെ പരിഭാഷ, അതെല്ലാം ഇന്നത്തെ ജനങ്ങൾക്കറിയാം. പക്ഷേ പണ്ടത്തെ ജനങ്ങളുടെ ഈമാനില്ല. ഇൻഫർമേഷൻ കൂടുതൽ ഇന്നത്തെ ജനങ്ങൾക്കാണ്, പക്ഷേ ഈമാൻ കൂടുതൽ ഇന്നലത്തെ ജനങ്ങൾക്കാണ്. വിവരമുണ്ട്, വിവര സ്രോതസ്സുകളുണ്ട്, ടേമുകളും വായനകളും എല്ലാം അറിയാം. പക്ഷേ ഈമാൻ ജനങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് മാറിപ്പോയി. ചിലപ്പോ എല്ലാ തെറ്റും ചെയ്തിട്ട് തെറ്റിനെ കുറ്റം പറയുമ്പോ താത്ത തിരിച്ചു പറയും, ഉസ്താദെ എല്ലാത്തിനും തൗബയില്ലേ, പിന്നെന്തിനാ ഉസ്താദ് ഇങ്ങനെ ചൂടാവുന്നേ എന്നിങ്ങോട്ട് ചോദിക്കാൻ പറ്റുന്ന വിധത്തിൽ വായനയുടെയും അറിവുകളുടെയും ലോകം തുറന്നു കിടക്കുകയാണ്. പക്ഷേ ഈമാനിന്റെ കാരണങ്ങൾ, ഈമാനികമായ ബലം കുറയുകയാണ്. ഒരു വിവരവുമില്ലാത്ത ആളുകൾ ആലിമീങ്ങളെ ചോദ്യം ചെയ്യുന്ന കാലമാണ്. 10-20 കൊല്ലം ഓതിപ്പടിച്ച് ദർസ് നടത്തിയ ഉസ്താദിനോട് അതാ നല്ല മാന്യമായൊരു വഅദ് പറയുമ്പോൾ ഒരു പടുജാഹിലായ മനുഷ്യൻ 4 ദിവസം ഗൾഫിൽ പോയി 5-ാമത്തെ ദിവസം നാട്ടിൽ വന്നിട്ട് ഉസ്താദെ ബുഖാരിയിലുണ്ടോ എന്ന് ചോദിക്കുന്ന കാലമാണ്. കാരണം ഇൽമിന്റെ ബഹുമാനം അറിയുന്നില്ല, ആരോട് എന്ത് പറയണമെന്നറിയുന്നില്ല. ഇന്ന് വിവരം ആ രീതിയിൽ വരുന്നുണ്ട്. അതിന് ജസ്റ്റ് ഇൻഫർമേഷൻ എന്നാണ്. ഇൽമ ഹേ പൈദാ സവാൽ ഇഷ്ഖ് ഹേ പൻഹാ ജവാബ്. ഈ വിജ്ഞാനം ചോദ്യമുയർത്തുകയാണ്, പ്രണയം അതിന് ഉത്തരം നൽകുകയാണ്. അതുകൊണ്ട് ഇത് സ്നേഹപ്രപഞ്ചമാണ്, ഇത് പ്രണയലോകത്തേക്കുള്ള ലയനമാണ്, അനുരാഗികളുടെ ലോകങ്ങളുടെ സംഗമമാണ്. അല്ലാഹുവിന്റെ ഹബീബ് സയ്യിദുൽ വറാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിലേക്ക് സുഹൈൽ ഇബ്നു അംർ വന്നിരിക്കുകയാണ്. എന്നിട്ട് പറയുന്നു, മുഹമ്മദേ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഉടമ്പടി ചെയ്യാം. അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, ആകാം, ഉടമ്പടിക്ക് ഞങ്ങൾ റെഡി. കയ്യിൽ സൈന്യം ഇല്ലാഞ്ഞിട്ടല്ല, 1500 പേര് റെഡിയാ. 1500 പേരെല്ലാം നൽകാൻ തയ്യാറാ. 200 കുതിരപ്പടയാളികൾ മദീനയിൽ നിന്ന് ഹബീബിന്റെ കൂടെ വന്നിട്ടുണ്ട്. ഇനി ഒന്നുമല്ല, അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, ഒന്നുകിൽ ഈ ദീൻ വിജയിക്കും, അല്ലെങ്കിൽ ഞാൻ ഈ ലോകത്തോട് യാത്ര ചോദിക്കും. പക്ഷേ എന്റെ വഴിയിൽ നിന്ന് ഞാൻ മാറൂല എന്ന് ധീരമായി പ്രഖ്യാപനം നടത്തിയതാണ്. പക്ഷേ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ രക്തച്ചൊരിച്ചിലൂടെ അധികാരപീഠം ഉയർത്താൻ വന്ന ഭരണാധികാരിയല്ല. ലോകത്തൊരു ഹിറ്റ്ലറുടെ റോൾ കാണിച്ചു കൊടുക്കാൻ വേണ്ടി വന്നയാളല്ല.
കാരുണ്യത്തിന്റെ വിധാനം വിരിക്കുന്ന നായകരെ, അതുല്യാനുരാഗത്തിന്റെ അരിമുല്ലകൾ കൊണ്ട് മദീനയുടെ മണൽപ്പരപ്പിൽ നിന്ന് മാലോകരുടെ ഹൃദയ വിധാനങ്ങളെ മദീനയുടെ മലർവാടിയിലേക്ക് മാടി വിളിച്ച് ആലിംഗന ചുംബനങ്ങൾ നൽകിയിട്ട് മധുവും നിധിയും സദ്യ ഒരുക്കിയ ലോക ഗുരുവേ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ശാന്തിയുടെ പക്ഷമാണ്.